ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് ജോബി ആൽവിൻ. ഈയിടെയായി സോഷ്യൽ മീഡിയകളിൽ ഞാൻ ലോറൻസ് സാറുമായി സംസാരിക്കുന്ന ഒരു ഫോൺ സന്ദേശം വ്യാപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫോൺ സന്ദേശത്തിൻ്റെ സത്യാവസ്ഥ ദൈവമക്കളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദൈവദാസന്മാർ ചേർന്ന് ഞങ്ങൾ മാസത്തിലൊരിക്കൽ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അതിൽ ഞാനും പാസ്റ്റർ ഷമീറുമെല്ലാം ഭാഗവാക്കുകളാണ്. ഇത് അറിയാമാകുന്ന എൻ്റെ ഒരു സ്നേഹിതൻ ഞാനൊരിടത്ത് കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്നോട് വന്ന് പാസ്റ്റർ ഷമീറിനെ കുറിച്ചുള്ള ചില ആരോപണങ്ങൾ എന്നോട് അറിയിച്ചു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബഹുമാനപ്പെട്ട ലോറൻസ് സാറിനെ വിളിച്ചാൽ മതി എന്നും അദ്ദേഹം പറഞ്ഞിട്ട് ലോറൻസ് സാറിൻ്റെ നമ്പർ എനിക്ക് നൽകി. പണ്ട് ഞാൻ പ്രസംഗിക്കുന്ന കൺവെൻഷനുകളിൽ പാടിയിട്ടുള്ള പരിചയം എനിക്ക് ലോറൻസ് സാറുമായി ഉള്ളതിനാൽ ഞാൻ ആ സാറിനെ നേരിട്ട് വിളിച്ച് അറിഞ്ഞ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം തിരക്കുന്നതാണ് ആ ഫോൺ സന്ദേശത്തിലെ ഇതിവൃത്തം. ആ സന്ദേശം ലഭ്യമായതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥനാ സഹകാരികൾ, ഷമീറിനെ കൂട്ടാതെ ഉള്ള പ്രാർത്ഥനാ സഹകാരികൾ മേലിൽ പറഞ്ഞ വ്യക്തികളെ പോയി കാണുകയും അതിൻ്റെ സത്യാവസ്ഥ അറിയുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആ ഫോണിൽ സംസാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവകളിൽ അധികവും ആരോപണങ്ങളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ആകയാൽ ആ സംസാരിക്കുന്ന ഫോൺ സന്ദേശം പ്രിയപ്പെട്ട ഷമീറിനെതിരെയോ എനിക്കെതിരെയോ വിനിയോഗിച്ച് ഞങ്ങളുടെ ആത്മീക ജീവിതത്തെയോ കുടുംബജീവിതത്തെയോ ശുശ്രൂഷകളെയോ അപമാനിക്കുവാൻ ശ്രമിക്കരുതെന്ന് വളരെ സ്നേഹത്തോടെ ദൈവമക്കളോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി. അപ്പം ഞാൻ ചിലപ്പോൾ ചോദിച്ചായിരുന്നു സംസാരിക്കാനുള്ള സൗകര്യം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും. പിന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ പുള്ളി സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ വിളിച്ചതാ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാ. ഈ കുറച്ച് നാളുകൊണ്ട് നമ്മൾ ഈ വോയിസ് നമ്മുടെ ഈ വാട്സപ്പിനകത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ കേട്ടേ. അപ്പോൾ ഒരു ശുശ്രൂഷനെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്, കാരണം പുള്ളിക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊന്ന് കേട്ടപ്പോൾ നമുക്ക് അതിന് നിജസ്ഥിതി അറിയണമെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തോ അത് ശരി. ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത് ആക്ച്വലി ഞങ്ങൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജോബി ഹാൽവിൻ എന്ന് പറയുന്നത് പാസ്റ്ററും ഈ ലോറൻസ് സാറിനും ഇവര് തമ്മിൽ സംസാരിക്കുന്നതാണ്. കണ്ടപ്പോൾ വിവരം പറഞ്ഞായിരുന്നു അവരോട്. അതിനൊരു ജോബി ഹാൽവിനാണെങ്കിൽ പുറത്ത് പറഞ്ഞത് എന്താണെന്ന് പറയാം, അങ്ങനെ ഒരു സംഭവം ഇല്ല, എനിക്കൊന്നും ഞാൻ തിരക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഒരു ആരോപണങ്ങളും ഇല്ലെന്നാണ് പുള്ളി പുറത്തു വിട്ടത്. എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇവര് തമ്മിൽ സംസാരിച്ചത് പുറത്തു വന്നില്ല. ഇവർ തമ്മിൽ സംസാരിച്ച് പുറത്തു വന്നതിന് ശേഷം ഷമീർ പാസ്റ്റർ ജോബി ഹാൽവിനെ വിളിച്ച് തിരിച്ചു പറയണമെന്ന് പറയുന്നൊരു ക്ലിപ്പുണ്ട്. അതിനകത്തിൽ പുള്ളി പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജോബി ഹാൽവിനപ്പോൾ വീട്ടിൽ വന്ന് കാര്യങ്ങൾ തിരക്കിയിരുന്നല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്തോ
ഓ അത് പുള്ളി എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞതാ അല്ലേ? അല്ല, ഈ ഷമീർ പാസ്റ്റർ പിന്നെ ബ്രദറിനെ വിളിച്ചൊരു ഭീഷണിപ്പെടുത്തിയിരുന്നു. അല്ല, ഞാൻ ഈ കാര്യം ചോദിക്കാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞിരുന്നു. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു, പുള്ളിയൊക്കെ ഏറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾ ഏറ്റുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ വൈഫിനെയും എന്റെ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. കൊല്ലത്തേക്ക് വന്നിട്ട് ഞാൻ നിങ്ങളുടെ പാരന്റ്സും നിങ്ങളുടെ വൈഫും ഞാൻ ഇങ്ങനെ കാര്യം പറയും, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ പിന്നെ ഇങ്ങനെ എന്റെ പിന്നെ ശുശ്രൂഷ അങ്ങനെയാണെങ്കിൽ എന്റെ ശുശ്രൂഷ ഇവിടെ വെച്ച് നശിച്ചു പോകും. പിന്നെ എനിക്ക് ഇതിനെ പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ പിന്നെ പഴയ ഷമീറായി മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഒന്നുകിൽ കേൾക്കണം അല്ലെങ്കിൽ. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാനൊരു മുസൽമാനാണ്, മുസ്ലിം വിചാരിച്ചാൽ എന്ത് നടക്കും അറിയാമോ എന്നൊക്കെ എന്നെ ഇങ്ങോട്ട് വെച്ചത്. അപ്പോഴേ ഞാൻ പറഞ്ഞത്, ഞാനെന്തൊരു കാര്യം എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഞാൻ ഇങ്ങനെ കാര്യം പറയാം. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾ പറയുന്നത് അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞ പുള്ളിയോട് തരാൻ പറഞ്ഞു. എന്റെ ചർച്ചിൽ വന്നിട്ട് എന്റെ ചർച്ചിലെ എന്റെ ചർച്ചിലെ ആൾക്കാരുമായിട്ട് സംസാരിച്ചത് സത്യം പറയാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിൽ മെസ്സേജ് കാര്യങ്ങളെല്ലാം നിങ്ങൾ തുറന്നില്ല, കാരണം ഈ പുള്ളിക്കാരി ഏറ്റില്ല. ഓക്കെ, വൈഫ് അല്ല ഈ വിനോദിന് എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഞാൻ പിന്നെ പുള്ളിക്കാരുടെ പിന്നെ മൊബൈലിൽ കാണി മെസ്സേജും കാര്യങ്ങളും കണ്ടു. ഓക്കെ, ഇവർ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നല്ലേ? മെസ്സേജ് അയക്കാറുണ്ട്, അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ സംസാരം ഭയങ്കര ലേറ്റ് സംസാരം. പിന്നെ വാട്സപ്പല്ല ഫേസ്ബുക്കിൽ രാത്രി ലേറ്റ് നൈറ്റ് വരെ ഒരു ചാറ്റ് ചെയ്തത്. ശരി, ഫേസ്ബുക്കിൽ ഇവരുണ്ട്, ഷമീർ പാസ്റ്ററും മറ്റേ ആ സഹോദരിയുടെ രാത്രി മൊത്തം ചാറ്റ് ചെയ്യാറുണ്ടല്ലേ? പിന്നെ പുള്ളി ഏട്ടാ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ചർച്ച വന്നിട്ട് പറയണം, അല്ലെങ്കിൽ ഞാൻ എന്റെ അങ്ങോട്ട് ഇത് കണ്ടില്ലാകുന്നില്ല. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം. അപ്പൊ ഞാൻ പുള്ളിയുടെ വീട്ടിൽ എന്റെ പിള്ളേരെ കൊണ്ട് ചെല്ലുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ശരിയെന്നാൽ ഞാൻ വരാം, ഞാൻ വരാം, ചർച്ചിൽ ഞാൻ വരാം, ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എന്നാൽ ഞാനൊരു പേറ്റും പറയാം, പാസ്റ്റുമായിട്ട് പേറ്റും സമയം പറയാം, അപ്പൊ വന്നാൽ മതി. അപ്പൊ ഞങ്ങളുടെ പാസ്റ്റുമായിട്ട് ഞാൻ സംസാരിച്ചതും പുള്ളി അപ്പോൾ ട്രാൻസ്ഫറായി വന്നാമോ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞ് സഹോദരൻ ഇങ്ങനെ കാര്യമില്ലാത്ത കുട്ടികളാണ്, ഞാനിപ്പോ വന്നേ ഉള്ളൂ, നമ്മുടെ ഈ സഭയ്ക്കും വിശ്വാസത്തിൽ ഒരു പേര് ഞാൻ പുള്ളിക്കാരനും ഇപ്പൊ വന്നേ ഉള്ളൂ, ട്രാൻസ്ഫറായി വന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം അതിന് പുള്ളിക്കാരെ പറഞ്ഞതിന്റെ ഒരു ബസ്സിന് ഞാൻ ഈ കാര്യം എല്ലാം വിട്ട് അവിടെ ഓക്കെ, നമ്മളെ വിഷയം വിട്ടല്ലേ? വിട്ടു ഫസ്റ്റ് പറഞ്ഞതിന്റെ ബസ്സിന് ഞാൻ. ഓക്കെ, പിന്നെ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലേ? ഷമീർ പിന്നെ വിളിച്ചിട്ടില്ലല്ലോ? ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല, പുള്ളി ഇങ്ങോട്ട് വിളിക്കാറില്ല. പിന്നെ ഈ മറ്റുള്ളവരെ അറിഞ്ഞറിഞ്ഞ് ഒരു പലരും എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, പലരും എന്നെ വിളിച്ചിട്ട് പിന്നെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ സംഭവം സത്യമാണ്, നമുക്ക് സംഭവം സത്യമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സംഭവം സത്യമാണ്, പക്ഷെ അപ്പൊ ജോബി ആർക്കും വളരെ തെറ്റായിട്ടാണ് പറഞ്ഞത്. ജോബി ഹാൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ജോബി ഹാളിന് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ബ്രദർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? അതെ, എന്റെ ഓഫീസിൽ പുള്ളി 2-3 പേരോട്ട് വന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. അപ്പൊ ജോബി ഹാളിലും പറഞ്ഞു ഇതിൽ വാസ്തവമില്ലെന്നാണ്. ഞാൻ ഒരിക്കൽ പുള്ളിയോട് സംസാരിക്കാൻ ശ്രമിച്ചത് പുള്ളി പറയുന്നത് ഇതിലൊന്നും വാസ്തവമില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ജോബി ഹാളിൽ പറഞ്ഞത് കള്ളമാണ് അല്ലേ? അതുകൂടെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ബ്രദർ. അവർ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തിക്കാണും, അതായിരിക്കും. ഞാനൊരു പുള്ളിക്കാരൻ ഇതിനൊക്കെ ആണെങ്കിലും ശരി, എന്തായാലും നമ്മൾ ഞാൻ വേറെ ആർക്കും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ദൈവം കൊടുക്കാതെ ദൈവം കൊടുക്കും. ഓക്കെ 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 ഞാൻ എല്ലാം ദൈവത്തിന് ഓക്കെ ഓക്കെ.